മധ്യേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കനക്കുന്നു. വീണ്ടും ഒരു യുദ്ധത്തിന്റെ കാഹളവുമായി ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് 3 ഇടങ്ങളിൽ ഇസ്രയേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. വീണ്ടും ഒരു യുദ്ധത്തിന്റെ കാഹളവുമായി ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായിക്കൊണ്ട് 3 ഇടങ്ങളിലാണ് ഇസ്രയേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇതോടെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രിസ്, ഇഫാൻ എന്നീ നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ കുറഞ്ഞത് 2 വലിയ സ്ഫോടനങ്ങളും ഇസ്ഫഹാനിൽ 3 സ്ഫോടനങ്ങളും ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലെബനിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രയേലിന് നേരെ ഇറാന്റെ അതിശക്തമായ മിസൈൽ ആക്രമണ പരമ്പരയാണ് ഉണ്ടായത്. നിരവധി മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത്. ഇസ്രയേലിന്റെ വടക്കൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ കൂട്ടത്തോടെ തൊടുത്ത അനവധി മിസൈലുകൾ തങ്ങൾ വിജയകരമായി തന്നെ തകർത്തതായി ഇസ്രയേൽ സൈന്യവും അവകാശപ്പെടുന്നു. ഏത് തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയാണ് ചെറുക്കാൻ ഇസ്രയേൽ സേന സജ്ജമെന്നും ഇറാന് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുമെന്നും ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴിതാ ആക്രമണം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും അതോടൊപ്പം അമേരിക്കൻ സേന അതീവ ജാഗ്രതയിലുമാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.